കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നെപ്പോലുള്ള മടിച്ചികൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ബുക്കാണ് ഇതിന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ അർത്ഥം ഞാനൊരു മടിച്ചി മാത്രമൊന്നുമല്ല, പിന്നെ സേവിങ്സിൻ്റെ ഭാഗമായിട്ടെന്ന് വേണമെങ്കിലും പറയാം. കാരണം വലിയ ബുക്കിൽ ഇറക്കുമ്പോൾ നമുക്ക് ഒരുപാട് കളറും പെന്നും പേപ്പറും ഒക്കെ വേസ്റ്റായി പോകും. ഈ ഒരു സംഭവം വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരുവിധ യൂസും ഇതുകൊണ്ടില്ല. ഇതിങ്ങനെ അട്ടിയായിട്ട് കെട്ടിയെടുത്തേക്കാന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ബുക്കാകുമ്പോൾ നമുക്ക് അത്രയും കളറും പെന്നും പേജും ഒക്കെ ലാഭിക്കാം കേട്ടോ. ആ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ ഇന്ന് കഴിഞ്ഞത്. ഉദ്ഘാടനമായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തത് അത്യാവശ്യം ഇരുന്ന് വരക്കാനുള്ള ഒരു ഡ്രോയിങ് തന്നെയായിരുന്നു. ഡ്രോയിങ് മീൻസ് ഇതിനെന്താ ഡൂഡിലിനോ അങ്ങനെ എന്തിട്ട് പേര് പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വരക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് മടിയൊക്കെ പിടിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഒരു പെന്നും ബുക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ബോറടി മാറ്റാൻ ബെസ്റ്റ് ഐഡിയ ആണ് ഞാൻ പറയും കേട്ടോ. പക്ഷേ വെറുതെ അല്ലാതെ ഇതിനായിട്ട് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അല്ലാത്തവർക്ക് ഇത് ഭയങ്കര ടൈം പോകാനുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വരച്ച് തുടങ്ങിയപ്പോൾ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ലെങ്കിലും പിന്നീട് ഈ ഒരു ചിത്രം ഇങ്ങനെ കവറായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു 3D എഫക്റ്റൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ലാസ്റ്റ് വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോടൊന്നും ചോദിച്ചു, നിനക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ വരക്കാൻ അറിയാത്തവർക്കും മടിച്ചുകളായിട്ടുള്ളവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.